ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. മാജിക് മോർണിംഗ് ടു ഓൾ. ഇന്ന് ബിമാജിക്കിന്റെ 2123 ദിനമാണ്. ഇന്നത്തെ സൂം മീറ്റിലേക്ക് ബിമാജിക് ഫോൾഡേഴ്സിനെ നന്ദിയോട് സ്മരിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ബിമാജിക്കിന്റെ ലീഡേഴ്സ്, പ്രിയപ്പെട്ട മെമ്പേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സെഷൻ ലോ ഓഫ് അട്രാക്ഷൻ എന്ന ടോപ്പിക്കിനെ സംബന്ധിച്ച് ക്ലാരിറ്റി മെന്ററായ സേഫ് വാളപ്ര സാറാണ് ലീഡ് ചെയ്യുന്നത്. So I am welcoming Saif sir to this session. Sir. Thank you, team. Okay. Magic morning, sir. Magic morning. Very magic morning to all. Okay. So, ആളുകൾ ചിലപ്പോൾ ഉണ്ടാവും, പിന്നെ അറിയാത്ത ആളുകളുണ്ടാവും, കുറച്ച് ആളുകൾ കാണുന്നുണ്ട്. എൻ്റെ പേര് സെയ്ഫ് വാളപ്ര എന്നാണ്. നേരത്തെ ഷൈമിന മാം പറഞ്ഞതുപോലെ തന്നെ ഞാൻ ബിമാജിക്കിൻ്റെ ഒരു ഫൗണ്ടറാണ്. ബിമാജിക്ക് ഞങ്ങളുടെ ചിന്തയിൽ നിന്നാണ് ബിമാജിക് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ എടുക്കാറുള്ളത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ കോഴ്സാണ്, അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ടാണ്. ഞാൻ ഇതിൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ ബിമാജിക് കമ്മ്യൂണിറ്റിയിൽ നമുക്കൊരു 1 മന്ത് കൊണ്ട്, കുറെ സമയം നമ്മൾ ഡിസ്കസ് ചെയ്താണ്, അങ്ങനെ ചോദിക്കുകയാണ്, ഒരു 1 മന്ത് കൊണ്ട്, ദാറ്റ് മീൻസ് ഏപ്രിൽ 30 ഈ ബിമാജിക്കിൽ 100 മെമ്പേഴ്സിനെ 100 ആക്റ്റീവ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന 100 ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ആക്കി മാറ്റാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത്. ഷൈനി മാം വിശ്വസിക്കുന്നു, ഷീല മാം വിശ്വസിക്കുന്നു. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം ഈ ഒരൊറ്റ കാര്യമാണ്. ഓക്കെ, ഈ ഒരു കാര്യമാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമുക്ക് വിശ്വാസം ഉണ്ടാവും, ഇങ്ങനെ പല കാര്യങ്ങളിലും നമുക്ക് വിശ്വാസം ഉണ്ടാവും, പക്ഷെ നമുക്കത് പ്രാക്ടിക്കലി എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇംപ്ലിമെന്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നില്ല, അല്ലേ? വിശ്വാസമുണ്ട്, പക്ഷെ ആ വിശ്വാസം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ വിശ്വാസപ്രകാരമുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ലൈഫിലാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും നടത്താൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഓക്കെ, അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഞാനിനി പറയാൻ പോകുന്ന ഓരോ കാര്യങ്ങളിലും ഇത് കഴിയുന്ന സമയത്ത് ഇതിന്റെ ഈ ഒരു ബിമാജിക്കിന്റെ ഒരു ആക്ഷനാണ് അവിടെ ഉണ്ടാവേണ്ടത്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ആക്ഷനൊക്കെ ഉണ്ടാവണം, ബിമാജിക്കിന്റെ ഒരു ആക്ഷൻ അവിടെ ഉണ്ടാവണം. എന്നിട്ട് അത് ഒരു ഗോളാക്കിയിട്ട് എന്ത് ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യും വേണം. ഓക്കെ, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിനെങ്ങനെയാണ് നമുക്ക് ഒരു 1 മന്തിലേക്ക് ആക്കാൻ സാധിക്കുക, അതിനെങ്ങനെയാണ് ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുക, അതിനെങ്ങനെയാണ് നമ്മൾ അതിനെ അനലൈസ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ഉള്ളതായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? സാറിനോ? ചുമ്മാ പറയുന്നത് ആവരുത്. അത് നിങ്ങൾ വൺസ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിലേക്ക് വരണം. അതിന് വേണ്ടതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ ഇതിന്റെ സ്ലൈഡ് കാണുന്നുണ്ടാവും. ലോ ഓഫ് അട്രാക്ഷൻ ഈസ് ഈക്വൽ ടു ആക്ഷൻ പ്ലസ് ബിലീഫ് പ്ലസ് കൺസിസ്റ്റൻസി പ്ലസ് പെർസിസ്റ്റൻസ്. ഓക്കെ, 4 കാര്യങ്ങളിലൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. യു ഡോണ്ട് ഗെറ്റ് വാട്ട് യു വിഷ്, യു ഗെറ്റ് വാട്ട് യു ആക്ട് ഫോർ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയല്ല ചെയ്യുക, നിങ്ങൾ അതിനും വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുന്ന കാര്യങ്ങൾ ലഭിക്കുകയാണ് ചെയ്യുക. ആക്ഷൻ എടുക്കുന്ന കാര്യങ്ങൾ ലഭിക്കാൻ ചെയ്യുക. നിങ്ങൾ ആ കാര്യം ആഗ്രഹിച്ചു, ഞാൻ ഭയങ്കര തീവ്രമായിട്ട് ആഗ്രഹിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രം ചെയ്യില്ല, അത് ലഭിക്കില്ല. സോ നമുക്കെല്ലാവർക്കും ഉണ്ടാവില്ല, നമ്മുടെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും, നമ്മൾ അത്രയും ഡീപ്പായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടാവും, ബട്ട് നമുക്കത് ലൈഫിൽ എടുക്കാൻ സംഭവിച്ചിട്ടുണ്ടാവില്ല. തിങ്കിങ് അലോൺ ഈസ് നോട്ട് ഇനഫ്, അല്ലേ? ആലോചിക്കുക എന്ന് പറയുന്നത് മാത്രം എന്ത് പോരാ. അപ്പൊ നമുക്ക് അതിന്റെ ട്രൂത്തിലേക്ക് വരികയാണെങ്കിൽ മിത്ത് എന്ന് പറയുന്നത് തിങ്ക് പോസിറ്റീവ് ഈസ് ഈക്വൽ ടു റിസൾട്ട്. നമ്മൾ പോസിറ്റീവായിട്ടിരിക്കണം നമ്മൾ അപ്പോഴും പറയുന്നത്. ബട്ട് പോസിറ്റീവായിട്ടിരുന്നുകൊണ്ട് മാത്രം നമുക്ക് എന്ത് സംഭവിക്കില്ല, റിസൾട്ട് സംഭവിക്കില്ല. തിങ്കിങ് പ്ലസ് ആക്ഷൻ ഈസ് ഈക്വൽ ടു റിസൾട്ട്. ലോ ഓഫ് അട്രാക്ഷൻ നീഡ്സ് ആക്ഷൻസ്. ഞാൻ എപ്പോഴും എല്ലാ സെഷനും പറയുന്നതാണ്, ലോ ഓഫ് അട്രാക്ഷൻ ഒരിക്കലും നമ്മൾ ഒരു തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നതുകൊണ്ട് കിട്ടുന്നതല്ല. അപ്പൊ നമ്മൾ ആഗ്രഹം എന്താ, അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന സംഭവം എന്താ, നമുക്ക് 100 പേരെ ആക്കണം. ഈ 100 പേരെ ആക്കണം എന്നുള്ളത് നമ്മൾ എല്ലാവരും പറയുന്നുണ്ട്. ഇനി ഈ സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു ആക്ഷൻ ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ ആഗ്രഹമാണ് എന്താണ്, 100 പേരുള്ള ഒരു കമ്മ്യൂണിറ്റി, 100 പേര് ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്. ഇത് നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കില്ല,
എന്ത് സംഭവിക്കൂല? ആളാവില്ല അല്ലേ? ആളാവണമെങ്കിൽ എന്ത് വേണം? തിങ്കിങ് പ്ലസ് ആക്ഷൻസ് വേണം. അപ്പൊ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100 പേരെ എത്തിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. ഇപ്പൊ എത്ര പേരുണ്ട് ഇതിൽ? ഇപ്പൊ എത്ര പേരുണ്ട്? ഇപ്പൊ ഏകദേശം 14 14 പേര്, 18 18 പേരുണ്ട്. എന്ത് ചെയ്ത് കഴിഞ്ഞാൽ 100 എത്തിക്കാൻ സാധിക്കും? തിങ്കിങ് പ്ലസ് ആക്ഷൻസ്. ആദ്യം തിങ്ക് ചെയ്യണം, പിന്നെ ആക്ഷൻ എടുക്കണം. 100 പേര് രാവിലെ സെഷനിൽ പങ്കെടുക്കണമെങ്കിൽ നമുക്ക് എത്ര ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം മിനിമം? ഒരു ഗ്രൂപ്പിൽ 100 പേരിൽ എത്ര ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം? എത്ര ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം? ഒരു 3-4 ഗ്രൂപ്പ് വേണം. 3 എന്തായാലും വേണം. ശരി. കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്? 14 14 ജില്ലകളുണ്ട്. 14. ഓരോ ജില്ലയിൽ നിന്നും ഒരു ഗ്രൂപ്പ് വെച്ചിട്ട് 14 ഗ്രൂപ്പ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ പോസിബിൾ ആണോ? ആക്ഷൻ എഴുതിക്കോളൂ കേട്ടോ. 14 ഗ്രൂപ്പ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ പോസിബിൾ ആണോ? 14 ജില്ലയിൽ നിന്നും ഓരോ ഗ്രൂപ്പ് ഉണ്ടാക്കാന്ന് പറഞ്ഞത് പോസിബിൾ ആണോ? പോസിബിൾ ആണ്. പോസിബിൾ ആണ്. ഓരോ ജില്ലയിലും 100 ആളുകളെ ആഡ് ചെയ്യാന്ന് പറഞ്ഞത് പോസിബിൾ ആണോ? പോസിബിൾ ആണോ? യെസ് ഓർ നോ? നിങ്ങൾ പറയാം. യെസ് ഓർ നോ? പോസിബിൾ ആണ്. ആക്ഷൻ ഇവിടെ വേണം. അല്ല, ഞാൻ ചോദ്യം പോസിബിൾ ആണോ എന്നുള്ളതാണ്. നമുക്ക് പോസിബിൾ ആണോ എന്നുള്ളതാണ് പോസിബിൾ ആണ്. ശരി. Yeah. അപ്പം 18 പേരുണ്ടല്ലോ. നിങ്ങൾ ഏതൊക്കെ ജില്ലയിൽ നിന്നുള്ള ആളുകളാണ്? ഒന്ന് കമന്റ് ചെയ്തേ. MLP കാലിക്കറ്റ്, ട്രിവാൻഡ്രം, കോട്ടയം, ആലപ്പുഴ, വയനാട്, തൃശ്ശൂർ. കഴിഞ്ഞോ? എല്ലാവരും ആയോ? തൃശ്ശൂർ, എറണാകുളം, തൃശ്ശൂർ. എല്ലാവരും ആയോ? ഇപ്പൊ ഏകദേശം 7 ജില്ലയുടെ ആളുകൾ ഇതിലായി. 7 ജില്ലയിലുള്ള ആളുകൾ. ഇനി ഇതല്ലാത്ത ആളുകളുണ്ടെന്നാ മനസ്സിലാക്കുന്നത്. ഓക്കെ. അപ്പം ഷൈനി മാമും അല്ലെങ്കിൽ റസാഖ് സാറൊക്കെ ഇന്ന് എടുക്കേണ്ട ആക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി മാജിക്കിന്ന് 14 ജില്ലയിലുള്ള ഓരോ ആളുകളുണ്ട്. എസ് ഓർണോ? ബി മാജിക്കിൽ 14 ജില്ലകളിലുമുള്ള ഓരോ ആളുകളുണ്ട്. എസ് ഓർണോ? എസ് ഓർണോ? നിലവിലില്ലാത്ത ജില്ല ഉണ്ട്. ഞാൻ പറയുന്നത് ബി മാജിക്കില് 14 ജില്ലകളിലുള്ള ആളുകളുണ്ട്. അതുണ്ട്. ഉണ്ട്. ആ 14 ജില്ലകളിലുള്ള ആളുകൾ എന്ത് ചെയ്യുക? നമ്മൾ കണ്ടെത്തുക എന്നാണ് ഇന്നത്തെ ഡ്യൂട്ടി. ഓക്കെ. 14 ജില്ലകളിലുള്ള ആളുകളെ കണ്ടെത്തിയിട്ട് ഇന്ന് എന്ത് ചെയ്യുക? അടുത്ത ഏപ്രിൽ 30 നമ്മൾ ആക്ഷൻ പറഞ്ഞിരിക്കുന്നത്, റിസൾട്ട് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഏപ്രിൽ 30 നമുക്ക് എന്തുണ്ട്? ഏകദേശം ഒരു 37 ദിവസം ഉണ്ടാവും. 37 ഡേയ്സ് ഉണ്ട്. ഓക്കെ. ഇത് ഞാൻ പറയുന്നത് ഇതിന് മാത്രമല്ല, എല്ലാ കാര്യങ്ങൾക്കും നമ്മൾക്ക് ഇങ്ങനത്തെ ഉള്ള പ്ലാനിങ്ങും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇത് നടപ്പിലാവുള്ളൂ. ഓഫ് അട്രാക്ഷൻ നമുക്ക് സക്സസ് ആവുള്ളൂ. അപ്പൊ അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണെന്ന് പറഞ്ഞാൽ ആദ്യം ഇതിന്റെ പോസിബിലിറ്റീസ് കാണുക. പോസിബിലിറ്റീസ് വളരെ സിമ്പിൾ ആണ്. 14 ജില്ലയിൽ നിന്നുമുള്ള 14 ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിൽ ഒരാൾ മതി. ഒരൊറ്റ ആൾ മതി ഇന്ന്. ഓക്കെ. ഇതായിരിക്കണം ആക്ഷൻസ് എടുക്കേണ്ടത്. ഓക്കെ. ആക്ഷൻസ് എടുത്തതിന് ശേഷം ഈ 14 ജില്ലയിൽ നിന്നുള്ള 10 ആളുകളെ, ടോപ്പ് ഒരു ഗ്രൂപ്പിൽ 10 ആളുകൾ, മിനിമം ഒരു 10 ആളുകൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഏത് ഡേയ്സ് ആകുമ്പോൾ നമുക്ക് ഒരു 10 ആൾ ആഡ് ചെയ്യാൻ സാധിക്കും? റസാഖ് സാർ, ഷൈനി മാം, ഷീല മാം, ഏത് ഡേറ്റിൽ നമുക്ക് ഗ്രൂപ്പിൽ 10 ആളുകളാക്കാൻ സാധിക്കും? ഞാൻ ഒരു ഡേറ്റ് പറയാം. ഓക്കെ. ഏപ്രിൽ 10. ഏപ്രിൽ 10 ആകുമ്പോൾ നമുക്ക് ഏകദേശം 17 ദിവസം ഉണ്ട്. 10 പേരാക്കി കൂടെ? 10 പേരാക്കി വിടും. ആക്കിവിടെ റസാഖ് സാർ. ഏപ്രിൽ 10 നമുക്ക് 10 പേരാക്കി വിടാം. ചില ജില്ലയിലൊക്കെ 10 പേര് ഇപ്പൊ ആവും, ചില ജില്ലയിൽ 10 പേരാവാത്തവരുണ്ടാവും. ഓക്കെ.
അവിടെ നമ്മൾ ആ ടീമിനെ മാത്രം അതിലുള്ള ഒരാളെ മാത്രം നമ്മൾ സംസാരിച്ച് 2 പേരാക്കി ആ 2 പേരോട് റെഫർ ചെയ്യാൻ പറഞ്ഞു, ഇത് ഗ്രൂപ്പുകളിലേക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഏപ്രിൽ 10 ആകുമ്പോഴേക്ക് നിങ്ങൾ 10 പേരുണ്ടാക്കാം. ഓക്കെ, ഏപ്രിൽ 10 ആകുമ്പോഴേക്ക് 10 പേരുണ്ടാക്കി കഴിഞ്ഞാൽ ആ 10 പേരെ 30 ആക്കുക എന്ന് പറയുന്നത് റിസ്ക് ആണോ? റിസ്ക് ആണോ? ഹലോ ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കാം സർ, കേൾക്കാം. അല്ലേ? പിന്നീട് ഈ 10 പേരോട് നിങ്ങൾക്ക് റെഫറൽ ചോദിക്കാം. അപ്പൊ നമ്മളിപ്പോ ഫിക്സ് ചെയ്യുന്നത് 100 എന്നുള്ളത് അവിടെ വെച്ചു. നമ്മൾ ഏപ്രിൽ 10-ന് 10 പേരെ ചെയ്യാന്നുള്ള ആക്ഷൻസിലേക്ക് എത്തി. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിലേക്ക് ഷീല മാം, റസാഖ് സാറ്, ഷൈനി മാം, ബഷീർ സാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എല്ലാ ആളുകളും എന്ത് ചെയ്യാം, ജസ്റ്റ് അത് അതിന്റെ ഇതിലേക്ക് എടുക്കുക. ഓക്കെ, ഇനി ഇല്ലാത്ത ജില്ലകൾ നോക്കുക. പാലക്കാട് വന്നിട്ടില്ല, ഇടുക്കി വന്നിട്ടില്ല, കൊല്ലം വന്നിട്ടില്ല, അല്ലെ? അതേപോലെ കണ്ണൂർ വന്നിട്ടില്ല, കാസർഗോഡ് വന്നിട്ടില്ല, പത്തനംതിട്ട വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ ഇവിടെയൊക്കെ ആളുകളുണ്ട്, ബിമാജിക്ക് ഇവിടെയൊക്കെ ഉള്ള ആളുകളുണ്ട്, ഒരു ഡൗട്ടും ഇല്ല. ഇവരൊക്കെ വിളിക്കുക, അവരോട് സംസാരിക്കുക, ഈ കാര്യങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ചെയ്യാം. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? തിങ്കിങ് പ്ലസ് ആക്ഷൻസ് ഉണ്ടായി, തിങ്കിങ് ഉണ്ടായി, ഇനി അതിൽ ആക്ഷൻസ് കൂടെ ഉണ്ടാകുമ്പോഴാണ് എന്തുണ്ടാവുക, റിസൾട്ട് ഉണ്ടാവുക. കോർ ഐഡിയ, യു ഡോണ്ട് ഗെറ്റ് വാട്ട് യു വിഷ്, യു ഗെറ്റ് വാട്ട് യു അലൈൻ ആൻഡ് ആക്ട് ഫോർ. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കിട്ടുകയല്ല ചെയ്യുക. യു ഗെറ്റ് വാട്ട് യു അലൈൻ, നിങ്ങൾ അതിന് വേണ്ടി അലൈൻ ആൻഡ് ആക്ട് ഫോർ, അതിന് വേണ്ടിയിട്ട് അലൈൻ ചെയ്യും വേണം, ആക്ട് ചെയ്യും വേണം. അപ്പൊ അലൈനിങ് നടത്തി, അല്ലെ? 14 ജില്ലകളിൽ നമ്മൾ ആളുകൾ ഉണ്ടാക്കുക, അലൈനിങ് നടത്തി, ആക്ട് ഫോർ, അതിന് വേണ്ടിയിട്ട് ആക്ട് ചെയ്യുന്ന കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ള, ഞാൻ പറഞ്ഞല്ലോ, ഇതിലേക്ക് ആളുകൾ വരാനുള്ള സപ്പോർട്ട് ഞാൻ ചെയ്തുതരാം. ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ട് പുഷ് ചെയ്യേണ്ട കാര്യമുള്ളൂ, നത്തിങ് മോർ. നിങ്ങൾ ആദ്യം 14 ജില്ലേന്റെ ഗ്രൂപ്പ് ലിങ്ക് ഉണ്ടാക്കി വെക്കുക. ഇപ്പൊ ടേബിൾ ടോക്കിലേക്ക് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടു, ടേബിൾ ടോക്കിന്റെ ഫ്രീ കമ്മ്യൂണിറ്റിയിലേക്ക്. അത് ഏകദേശം എന്റെ പേജിൽ തന്നെ 150 160 കമന്റ് വന്നു. ഓക്കെ, ആ കമന്റിലേക്ക് ലിങ്ക് അയച്ചു കൊടുത്തു, അവിടെ ജോയിനിങ് നടക്കുന്നുണ്ട്. അപ്പൊ ആ പാട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ആദ്യം നമുക്ക് എന്ത് വേണം, അതിലേക്കൊരു ആക്ഷൻസ് വേണം. യു ഡോണ്ട് ഗെറ്റ് വാട്ട് യു വിഷ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ കിട്ടുകയല്ല ചെയ്യുക. യു ഗെറ്റ് വാട്ട് യു അലൈൻ ആൻഡ് ആക്ട് ഫോർ, നിങ്ങൾ അതിനൊരു അലൈൻമെന്റ് നടത്തുകയും അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ആക്ട് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അത് കിട്ടുക എന്ന് പറഞ്ഞു. സോ സിമ്പിൾ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് നമുക്കൊരു തോട്ട് ഉണ്ടായിരിക്കണം, പിന്നെ ഫീലിംഗ് ഉണ്ടായിരിക്കണം, പിന്നെ ആക്ഷൻസ് ഉണ്ടായിരിക്കണം, പിന്നെ റിസൾട്ട് ഉണ്ടായിരിക്കണം. കോമൺ ആളുകൾ എന്താ ചെയ്യുക, മെജോറിറ്റി എന്താ ചെയ്യുക, തിങ്ക് ചെയ്യാണ് ചെയ്യുക. മാസ് ഓഡിയൻസ് എന്താ ചെയ്യുന്നത്, തിങ്ക് ചെയ്യാണ് ചെയ്യുക. തിങ്കിങ് അവരെല്ലാം സക്സസ് ആവുക. തിങ്ക് ചെയ്യണം, തോട്ടിൽ എന്ത് ചെയ്യണം, ഫീലിങ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം, ഫീലിങ്സിനെ ആക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം, ആക്ഷനെ റിസൾട്ട് ആക്കി മാറ്റണം. ലൈഫിൽ ഏതൊരു കാര്യം അങ്ങനെയാണ്. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു ചായ വേണമെന്നുണ്ടെങ്കിൽ ആഗ്രഹമുണ്ട്, എനിക്കൊരു ചായ വേണമെന്ന് ആഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ ചായ കിട്ടുമോ? ഇല്ല. ഒന്നുകിൽ ഞാൻ പോയിട്ട് ചായ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വൈഫിനോട് റിക്വസ്റ്റ് ചെയ്യണം, ഒരു ചായ തരുമോ? ഏതാണെങ്കിലും ആക്ഷനാണ്. ഞാൻ ചായ ഉണ്ടാക്കുകയാണെങ്കിൽ ആക്ഷനാണ്, അതെനിക്ക് ഫീൽ വന്നു, ചായ കുടിക്കാൻ തന്നെ ഫീൽ വന്നു, ചായ കിട്ടിയിരുന്നെങ്കിൽ. ഈ ഫീലിങ്ങിലാണ് എല്ലാം സംഭവിക്കുന്നത്, അല്ലേ? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഡ്രിങ്ക് അടിക്കുന്ന ഒരാള്, നിങ്ങൾ ആലോചിക്കുക, അയാൾക്ക് തോട്ട് വന്നു, ആഗ്രഹിക്കുന്നതുകൊണ്ട് കിട്ടില്ലല്ലോ, അയാൾ എന്ത് ചെയ്യണം, ആ ഡ്രിങ്ക് അടിക്കുന്ന ഫീലിങ്ങിലേക്ക് പോകണം, അയാൾ അതിന്റെ ആക്ഷൻസ് എടുക്കണം. നമുക്ക് ഡ്രൈവ് ചെയ്യണം ഏതൊരു കാര്യത്തിലും ഈ തോട്ട്. ഇപ്പൊ ഈ സെഷൻ അറ്റൻഡ് ചെയ്യണം, ഈ സെഷൻ അറ്റൻഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, തോട്ട് വേണം, ആ സെഷൻ അറ്റൻഡ് ഫീലിംഗ് വേണം, ഈ സെഷൻ അറ്റൻഡ് ആക്ഷൻസ് വേണം. അതാ റിസൾട്ടിലേക്ക് എത്തിക്കാം. സോ മോസ്റ്റ് പീപ്പിൾ സ്റ്റോപ്പ് അറ്റ് തിങ്കിങ്. എല്ലാ ആളുകളും എന്ത് ചെയ്യും, ചിന്തിക്കും, ആ ചിന്തിക്കുന്നവർ തന്നെ എന്ത് ചെയ്യും, കാര്യങ്ങൾ നിർത്തും. ചിന്തിക്കല്ല വേണ്ടത്, ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ഫീലിംഗിലേക്കും, ആ ഫീലിംഗിൽ നിന്ന് ആക്ഷനിലേക്കും. ഇപ്പൊ നമുക്ക് ബിമാജിക്കില് 100 പേര് വേണമെന്ന് ചിന്തിച്ചതുകൊണ്ട് കാര്യമല്ല, ആ ഫീലിങ്സിലേക്ക് വരണം. 100 പേരുള്ള ബിമാജിക് എത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിരിക്കും. ബിമാജിക്കിന്റെ ഒരു പ്രതാപ കാലഘട്ടത്തിൽ ബിമാജിക്കില് ആളുകൾ വിളിക്കുമായിരുന്നു. എന്തിനാ വിളിക്കാറോ? നമ്മുടെ സൂമിന്റെ ലിമിറ്റ് 100 പേരായിരുന്നു. സോ 100 പേര് ഫുള്ളായി, ഞങ്ങൾക്ക് കയറാൻ പറ്റുന്നില്ല, ഇല്ലേ? സക്സ രസമാണോ? കള്ളം പറയാണോ അതോ സത്യം പറയാണോ? സത്യം. 100 പേരുണ്ടായിട്ട് കയറാൻ പറ്റുന്നില്ല. അപ്പൊ 100 പേര് എന്ന് പറയുന്നത് കേരള ജനസംഖ്യയുടെ പോസിബിലിറ്റീസിലേക്കാണ്. നമ്മൾ ഓരോ കാര്യങ്ങളും ചിന്തിക്കേണ്ടത് എങ്ങനെയാണ്, നിങ്ങളുടെ ബിസിനസ് ആണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. 100 പേരെന്ന് പറയുന്നത് കേരള ജനസംഖ്യയുടെ എത്ര പെർസെന്റേജ് ആയിരിക്കും? 3 കോടി ജനങ്ങളുണ്ട്, അതിന്റെ എത്ര പെർസെന്റേജ് ആയിരിക്കും?
ഒരു പെർസെന്റേജ് ഉണ്ട്. ഏഹ് 3 കോടിയിലധികം ആളുകളുണ്ട് കേരളത്തിൽ. 0.1% പോലും ഇല്ല അല്ലേ? ആണോ? കുറേ പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ അതുപോലും ഇല്ല. മലപ്പുറം ജില്ലന്റെ എടുക്കുകയാണെങ്കിൽ വരെ ഇല്ല. ഈവൻ കൊണ്ടോട്ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ റസാഖ് സാർ താമസിക്കുന്ന ആ ഒരു നെട്ടിച്ചാടി എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ ഒരു ഏരിയ എടുക്കുകയാണെങ്കിൽ വരെ അതിന്റെ ചെറിയൊരു പെർസെന്റേജ് എന്തുള്ളൂ, 100 പേരെന്ന് പറയുന്നുള്ളൂ. നമ്മൾ പറഞ്ഞ 1400 പേരെന്ന് പറയുന്നത് ഓരോ ജില്ലയിൽ നിന്ന് 100 പേരെന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ചാൽ മതി, ആ ജില്ലയുടെ ജനസംഖ്യയുടെ എത്ര പെർസെന്റേജ് ആയിരിക്കുന്നില്ല. സോ എന്താണ് വിഷയം നമ്മൾ ഫ്ലോ അങ്ങോട്ട് എത്തുന്നില്ല. അപ്പൊ ഈ ഒരു സിമ്പിൾ ഫ്ലോ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ലോ ഓഫ് അട്രാക്ഷൻ സംഭവിക്കണമെങ്കിൽ തോട്ട് വേണം, ഫീലിങ്സ് വേണം, ആക്ഷൻ വേണം, റിസൾട്ട് വേണം. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് 100 എന്ന് പറയുമ്പോൾ വലിയൊരു സംഖ്യ ആയിട്ടാണ്. ഞാൻ ചിന്തിച്ചത് 3 കോടിയുടെ ആളുകളിൽ നിന്ന് 100 പേരെ സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ ലൈഫിൽ എന്താ ആക്ഷൻസ് എടുക്കാൻ നമുക്ക് സാധിക്കും? 3 കോടി ജനങ്ങളിൽ നിന്ന് 1400 ആളുകൾ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ക്ലിയർ ആണോ? അപ്പൊ അവിടെ എന്താണ് നമ്മൾ കാണേണ്ടത്? ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഇങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റി കാണേണ്ടത്. ബിസിനസ്സിലേക്ക് ഇപ്പോൾ ഒരാൾക്ക് 100 ആളുകൾ വേണം. കേരളത്തിൽ 100 ആളുകൾ കിട്ടാനില്ല എന്നാണ് അവർ പറയുന്നത്. 100 ആളുകൾ തന്നെ ഒരു വർഷത്തേക്ക് അവർ വേണമെങ്കിൽ ആ 100 ആളുകൾ ഉണ്ട് കേരളത്തിലുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കാണാൻ പറ്റും. റിയാലിറ്റി ഷിഫ്റ്റ്, ഓൾഡ് തിങ്കിങ്. ഇഫ് ഐ തിങ്ക് പോസിറ്റീവ് തിങ്സ് വിൽ കം. ഞാൻ പോസിറ്റീവായി ചിന്തിച്ച കാര്യങ്ങളൊക്കെ ശരിയാവും, എല്ലാം ശരിയാവും. ഒന്നും ശരിയാവില്ല. തിങ്കിങ് എന്താണ്? ഇഫ് ഐ തിങ്ക് ആക്ട് ആൻഡ് പെർസിസ്റ്റൻസ് തിങ്ക് വിൽ കം. പുതിയ തിങ്കിങ് ആണ്. ഇന്ന് പോകുമ്പോൾ നിങ്ങൾ എന്താ വേണ്ടത്? ഞാൻ ചിന്തിക്കുകയും വേണം, അതിനനുസരിച്ച് ആക്ട് ചെയ്യുകയും വേണം, അതിനനുസരിച്ച് പെർസിസ്റ്റ് ചെയ്യുകയും വേണം. അതിൽ കൺസിസ്റ്റൻസി നിലനിർത്തണം. തിങ്സ് വിൽ കം. അപ്പൊ കാര്യങ്ങൾ വരും. നിങ്ങൾ നാളെ മുതൽ എന്ത് ചെയ്യണം? ഈ 100 എന്ന് പറയുന്ന ഗോൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകുകയും വേണം. ദിവസം നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് ലീഡേഴ്സ് മീറ്റിൽ ഡിസ്കഷൻ നടത്തണം. നമ്മൾ ഈ ഗ്രൂപ്പിൽ എത്ര പേരായി, ഈ ഗ്രൂപ്പിൽ എത്ര പേരായി, ഏത് ഗ്രൂപ്പാണ് ഫസ്റ്റ് 10 ആളുകളാക്കിയത്? കോഴിക്കോടാണോ, മലപ്പുറമാണോ, ട്രിവാൻഡ്രാണോ, കൊച്ചിയാണോ? ആരാണ് 10 ആളുകളാക്കിയത്? കൊല്ലത്ത് നിന്ന് ആരാണ് നമുക്കുള്ളത്? കാസർഗോഡ് നിന്ന് ആരെ കിട്ടും? പത്തനംതിട്ടയിൽ നിന്ന് ആരെ കിട്ടും? ആരാണ് പത്തനംതിട്ടയിൽ മുമ്പ് നമ്മൾ ഉണ്ടായിരിക്കുന്ന ആളുകൾ? അവരൊന്നും കൂടെ കണക്ട് ചെയ്യാൻ പറ്റും. ചായ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയല്ലോ കേട്ടോ. ചായ ആഗ്രഹിക്കുകയും ചെയ്തു. ചായക്ക് റിക്വസ്റ്റ് ചെയ്തപ്പോ ചായ ഒന്നും പറഞ്ഞില്ല. ഓക്കെ, സെയിം ലൈക്ക് ദാറ്റ്. ഇഫ് തിങ്ക്, ആക്ട് ആൻഡ് പെർസിസ്റ്റ്, തിങ്സ് വിൽ കം. ഇതൊന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് വേണ്ടവരൊക്കെ നിർത്തി വെച്ചോളൂ. ഓക്കെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഈ ബിമാജിക്കിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഇത് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ 100 ആളുകൾ ആക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇതാണ് നിങ്ങളുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. നിങ്ങളുടെ പാറ്റേൺ എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പൊ അവിടെ നമ്മൾ എന്തോ ഒരു കാര്യത്തിൽ ആക്ഷൻസ് കുറവുണ്ട്, അല്ലെങ്കിൽ ടീം വർക്ക് കുറവുണ്ടാവും. അത് ബിമാജിക്കിനെ സക്സസ് ആക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. ബിമാജിക്കിൽ ഇപ്പൊ 100 ആളുകൾ വന്നോ ഇല്ല, ഡസൻ മാറ്റർ. ഇവിടെ 100 ആളുകൾ വന്നു കഴിഞ്ഞാൽ ഇല്ലെങ്കിലും ഇതൊന്നും വലിയ ബാധിക്കുന്ന കാര്യങ്ങളല്ല, അല്ലെ? നിങ്ങളെ എന്നെയോ ഡയറക്ട്ലി ബാധിക്കുന്ന കാര്യമല്ല. പക്ഷെ നമ്മുടെ ലൈഫിൽ ആ ആക്ഷൻസ് എടുക്കുന്ന പാറ്റേൺ ഇല്ലെങ്കിൽ നമ്മളെ ബാധിക്കുന്ന കാര്യമായി. അതും കൂടെ ട്രെയിൻ ചെയ്യാനുമായിട്ടാണ് പറഞ്ഞത്. അട്രാക്ഷൻ ഈസ് നോട്ട് മാജിക്, ഇറ്റ് ഈസ് എ അലൈൻമെന്റ് പ്ലസ് മൂവ്മെന്റ്. ക്ലിയർ ആണോ? ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു മാജിക് ഒന്നുമല്ല, അതൊരു സയൻസ് ആണ്. ആ സയൻസ് എന്താണ്? അലൈൻമെന്റ് ആൻഡ് മൂവ്മെന്റ്. അലൈൻമെന്റും മൂവ്മെന്റും കൂടെ ഉണ്ടാകുന്ന സമയത്ത് സംഭവിക്കുന്നതാണ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അല്ലാതെ ഒരു സാധനം ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. ഒരു കാന്തം അട്രാക്ട് ചെയ്യണമെങ്കിൽ, മാഗ്നറ്റ് അട്രാക്ട് ചെയ്യണമെങ്കിൽ അവിടെ ഒരു അലൈൻമെന്റ് ഉണ്ടായിരിക്കണം, ആക്ഷൻസ് ഉണ്ടായിരിക്കണം. ഇവിടെ ഒരു മാഗ്നറ്റ് ഉണ്ട്, കുറെ അപ്പുറത്തൊരു ഇരുമ്പുണ്ട്, കാര്യമില്ല. ഈ മാഗ്നറ്റും ഈ അയണും തമ്മിലൊരു അലൈൻമെന്റ് വരണം. ഒരു അലൈൻമെന്റ് വരുമ്പോഴാണ് എന്തുണ്ടാവുക? അവിടെ അട്രാക്ഷൻ ഉണ്ടാവുക. ലൈഫിൽ എപ്പോഴും വേണം അലൈൻമെന്റ് ഉണ്ടെങ്കിൽ എന്തുണ്ടാവുള്ളൂ? അട്രാക്ഷൻ ഉണ്ടാവുള്ളൂ, അവിടെ മൂവ്മെന്റ് ഉണ്ടായിരിക്കണം. സോ 4 കോർ പില്ലേഴ്സ് ആണുള്ളത്. വിശ്വാസം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിശ്വാസം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? നമുക്കൊരു കാര്യം ലൈഫിൽ നേടാൻ സാധിക്കുന്നത് വിശ്വാസം മാത്രം ഉണ്ടായിട്ട് നമ്മൾ ബിമാജിക്കിലൊക്കെ വരുന്നത് ഈ വിശ്വാസം കൂട്ടുന്നതിനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ വിശ്വാസം മാത്രമല്ല, വിശ്വാസത്തിന്റെ അപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, ആക്ഷൻ ഇല്ലാത്ത ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ, അട്രാക്ഷൻ എന്ന് പറയുന്ന വേർഡിൽ തന്നെ ആക്ഷൻ ആണുള്ളത്. ഓക്കെ,
അട്രാക്ഷൻ എന്ന് പറയുന്നത് ATT6 കഴിഞ്ഞിട്ട് പിന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്താ കാണാൻ സാധിക്കാം? അട്രാക്ഷൻ എന്നുള്ളത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ ആക്ഷൻസ് ആണ് അവിടെ കാണാൻ സാധിക്കുക. ഓക്കെ, അപ്പൊ അവിടെ ആക്ഷൻസ് മാത്രം മതിയോ? കൺസിസ്റ്റൻസി വേണം. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു അലൈൻമെന്റ് ഇങ്ങനെ പോകുന്നതാണെങ്കിലും പേഴ്സിസ്റ്റൻസും കൂടെ വേണം. പേഴ്സിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ഒരു സ്ഥിരോത്സാഹം വേണം. റിസൾട്ട് കിട്ടുന്നത് വരെ ചെയ്തുകൊണ്ടേയിരിക്കുക. ഞാനിങ്ങനെ ഓരോ ദിവസവും, ഇന്നും ഞാൻ രാവിലെ എണീറ്റിട്ട് ഫസ്റ്റ് ഞാൻ എൻ്റെ പാർട്ണർക്കും അതേപോലെ എൻ്റെ കോർ ടീമിന് ഒരു മെസ്സേജ് ഇട്ടിട്ട് ഞാൻ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുക എന്തൊക്കെയായിരിക്കും ഇനിയൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനുള്ളത്. എപ്പോഴാണ് ഒരു മനുഷ്യൻ വിശ്വസിക്കുന്നത് ഞാൻ ഫുള്ളി ഓക്കെയാണ്, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, ഞാൻ ഫുൾ സെറ്റാണ് വിശ്വസിക്കുന്നത്, ആ മൊമെന്റിലാണ് അയാളുടെ ലൈഫ് എന്ത് ചെയ്യാം സ്റ്റക്കായി തുടങ്ങും. അയാൾക്കൊരു ഓക്കെ നോട്ട് ഓക്കെ ആണ് കൺസെപ്റ്റാണ്. അൽഹംദുലില്ലാ, അല്ലെങ്കിൽ താങ്ക് യു ഫോർ, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. അറ്റ് എ ടൈം അയാൾക്ക് എന്തുകൂടെ വേണം? ഞാൻ ഇനി ഇമ്പ്രൂവ് ആവാനുണ്ട്. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവണമെങ്കിൽ ബിലീഫ് പ്ലസ് ആക്ഷൻസ് പ്ലസ് കൺസിസ്റ്റൻസി പ്ലസ് പെർസിസ്റ്റൻസ്. ഓക്കെ, ഈ ആക്ഷൻസും പെർസിസ്റ്റൻസും ഒക്കെ ഏറ്റവും കൂടുതൽ കാണുന്ന ആളുകൾ ഞാൻ കണ്ടത് ആരാണോ? മുസ്തഫ സാർ എന്താ ചെയ്യുന്നത്? മുസ്തഫ സാർ നിങ്ങൾ എന്താ ചെയ്യുന്നത്? മ്യൂട്ടാണ്. ഷോപ്പിൽ വർക്ക് ചെയ്യും. ഓക്കെ, അതാണ് ആക്ഷൻസിനും കൺസിസ്റ്റൻസിക്കും പെർസിസ്റ്റൻസിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഷോപ്പ്. ഞായറാഴ്ച വൈകി എല്ലാ ദിവസവും ഷോപ്പ് തുറക്കോ അതോ ഞായറാഴ്ച തുറക്കോ? ഞായറാഴ്ച അവധിയാ. ബാക്കി എല്ലാ ദിവസവും ആ ഷോപ്പ് തുറക്കും. എല്ലാ ദിവസവും ആ ഷോപ്പ് തുറക്കുന്നതുകൊണ്ടാണ് ആളുകൾ അങ്ങോട്ട് വരുന്നത് അല്ലെ? എപ്പോഴെങ്കിലൊക്കെ തുറക്കുക, എപ്പോഴെങ്കിലൊക്കെ അടക്കുന്ന ഷോപ്പാണെങ്കിൽ ആളുകൾ എന്ത് പറയും? അങ്ങോട്ട് പോകണ്ട, അയാൾ എപ്പോഴെങ്കിലൊക്കെ തുറക്കൂ. കൺസിസ്റ്റന്റ് ആയിട്ട് തുറക്കുന്ന ഒരു ഷോപ്പാണ്. എല്ലാ ദിവസവും 7 മണിക്ക് തുറക്കുന്ന ഷോപ്പാണ്. ഇപ്പം റസാഖ് സർ നെറ്റിച്ചാടിയിൽ ഏത് ഷോപ്പ് 6 മണിക്ക് തുറക്കുക? അവിടുത്തെ സൂപ്പർ മാർക്കറ്റ് തുറക്കുള്ളൂ. അവിടുത്തെ സൂപ്പർ മാർക്കറ്റ് തുറക്കുള്ളൂ. അപ്പൊ 6 മണിക്ക് അങ്ങോട്ട് പോകണമെന്ന് ഒരാൾക്കുണ്ടെങ്കിൽ നേരെ സൂപ്പർ മാർക്കറ്റിലേക്കാ പോവുക. കാരണം എന്താ? 6 മണിക്ക് തുറക്കുന്ന ഒരു പേഴ്സിസ്റ്റൻസ് ആൻഡ് കൺസിസ്റ്റൻസി അവർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആ കൺസിസ്റ്റൻസും പേഴ്സിസ്റ്റൻസും ഉള്ളതുകൊണ്ട് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നു 6 മണിക്ക് തുറക്കുക. ഇത് നമ്മുടെ ലൈഫിലുമാണ്. അറ്റ്ലീസ്റ്റ് ഒരു ഷോപ്പിൽ ചെയ്യുന്ന ഒരാൾ ചെയ്യുന്ന ആക്ഷൻസും ബിലീഫ്സും കൺസിസ്റ്റൻസി 6 മണിക്ക് ബാക്കിയുള്ള ഷോപ്പുകാർ തുറക്കാത്തപ്പം 6 മണിക്കുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തിയ ആളുകൾ. ഞാനൊരു ദിവസം കോഴിക്കോട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഏകദേശം ഒരു രാത്രി 12 മണിയായിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുകയാണ് മുടി വെട്ടണം. രാത്രി 12 മണിക്ക് മുടി വെട്ടാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തപ്പം റോക്സി സലൂൺസ് 24/7. അത് ഞാൻ വിളിച്ചു നോക്കി. 24/7 സാർ വന്നോളൂ. പോയി മുടി വെട്ടിപ്പോന്നു അല്ലേ? ബാക്കിയുള്ള ആളുകളൊക്കെ രാത്രി ആരാ വരികയെന്ന് ചിന്തിക്കുമ്പോൾ ഒരു ടീം അവിടെ എന്ത് സംഭവിച്ചു. അപ്പോൾ ഇനി ആരെങ്കിലും എന്നോട് മുടി വെട്ടോ, ഞാൻ പിന്നെ എന്നോട് സംസാരിക്കുന്ന ആളോട് പറയും ഓ അതെന്താളാക്കോ, ആലിക്കറ്റ് ആണെങ്കിൽ റോക്സി പോയാൽ പോരാ, വിഷയമൊന്നുമില്ല. ഇറ്റ്സ് കോൾ കൺസിസ്റ്റൻസി ആൻഡ് പെർസിസ്റ്റൻസ്. ഇത് ലൈഫിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഒരിക്കൽ രക്ഷപ്പെടും. കൺസിസ്റ്റൻസി ആൻഡ് പെർസിസ്റ്റൻസ് പ്ലസ് ആക്ഷൻസ് ബിലീഫ്സ്, ഇതാണ് ഉണ്ടാവേണ്ടത്. ആ കടക്കാരൻ ഈ ഹൈവേയുടെ വക്കിലൊക്കെ ചില സംഭവങ്ങളൊക്കെ വിൽക്കാനും വേണ്ടി വെക്കുന്ന നാടോടി സ്ത്രീകളെ കണ്ടില്ല നിങ്ങള്? അല്ലെങ്കിൽ വേണ്ട കരിമ്പ് ജ്യൂസ് വിൽക്കാൻ പറ്റുന്ന ആളുകൾ, സ്ഥിരമായിട്ടൊരു കസ്റ്റമറുള്ള ആളുകളാണോ കരിമ്പ് ജ്യൂസ് വിൽക്കാൻ പോകുന്നത്? അവർക്കൊരു വിശ്വാസം ഉണ്ട്, ആക്ഷൻ ഉണ്ട്. അവർ എല്ലാ ദിവസവും രാവിലെ ആ ബായ് വന്നിട്ട് ഇൻസ്റ്റയിലൊക്കെ ചെയ്തിട്ട് കരിമ്പ് ജ്യൂസ് ഇറങ്ങിയിട്ട് മിനിമം ഞാനൊരു ബായിനോട് ചോദിച്ചു എത്ര ഏൺ ചെയ്യുന്നുണ്ട് ഡെയിലി? ജ്യാദാ നെയ്യേ ബായ് 2500 അപ്രോക്സിമേറ്റ്ലി. അതായത് മാസം അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? 75,000 രൂപ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഞാൻ കോഴിക്കോട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ബായ് ഇങ്ങനെ ചായ കൊണ്ടുവന്നിട്ട് വെക്കുന്നുണ്ട്. രാത്രി ചായ വെക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എത്ര ചായ വെക്കും ബായ് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞ ചായയുടെ കൗണ്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഏകദേശം 2500 രൂപ വെക്കും. ഞാൻ ചോദിച്ചു എപ്പോഴാണ് വരും ചോദിച്ചു. ഞാനൊരു വൈകുന്നേരം 7 മണിക്ക് വരുമ്പോൾ എപ്പോൾ പോകും ചോദിച്ചു. ഒരു 11 മണി 12 മണിക്ക് പോകുന്നു പറഞ്ഞു. അപ്പോഴേക്ക് തീരുന്നു പറഞ്ഞു. 7 മണി മുതൽ 12 മണി ഉണ്ടാകുമ്പോൾ ചായ മാത്രം വിട്ടിട്ട് ബായ് എന്ത് ചെയ്യുന്നുണ്ട്? 2500 റുപ്പീസ് ഉണ്ടാക്കുന്നത്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇത് ആഗ്രഹിച്ചതുകൊണ്ട് മാത്രമല്ല, പ്ലസ് ആക്ഷൻ ഉണ്ട്. ഇവിടുത്തെ വലിയൊരു
നല്ലൊരു എംപ്ലോയി വാങ്ങുന്ന സാലറിയിലേക്കായി അല്ലേ? 10,000 രൂപ ഉണ്ടാക്കി. നോ മോർ കോസ്റ്റ്. ഫ്ലാസ്ക് വേണം, വേറെ ഒന്നും ആവശ്യമില്ല. സോ കോർ പില്ലേഴ്സ് എന്ന് പറഞ്ഞ ബിലീഫ് പ്ലസ് ആക്ഷൻ പ്ലസ് കൺസിസ്റ്റൻസി. അപ്പൊ നിങ്ങൾ ഓരോ ദിവസവും ഒരാളെ ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ വരെ, ഒരു ഗ്രൂപ്പിലുള്ള ഒരാൾ തീരുമാനിക്കണം ഒരു ദിവസം ഒരാളെ ജോയിപ്പിച്ച വരെ നിങ്ങൾക്ക് ഏപ്രിൽ 30 ആകുമ്പോൾ 37 പേരുണ്ടാവും ഒരു ഗ്രൂപ്പിൽ. അങ്ങനെ 14x37 ആയി കഴിഞ്ഞാൽ എത്രയായി? 14x37 എത്രയായി ശരിയാ? ഏകദേശം 14x37 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായി? 370. പിന്നെ ഏകദേശം ഒരു 470 അല്ലെങ്കിൽ 500 ആളുകളെടുത്തായി. 500 ആളുകളുടെ ഒരു ഗ്രൂപ്പിൽ നിന്ന് 50 ആൾ ജോയിൻ ചെയ്യൂലേ? 2% മോർണിംഗ് ബാച്ചിന് 90% ആളുകൾ വിടാം. ഹൗ ഇറ്റ് പോസിബിൾ എന്നുള്ളടത്തേക്ക് നമുക്ക് ചിന്തിക്കാൻ പഠിക്കാവുന്നതാണ്. ബിലീഫ് എന്ന് പറയുന്നത് എന്താണ്? യു ബിലീഫ് ഡിസൈഡ് യുവർ ലിമിറ്റ്. ഓക്കെ, ബിലീഫ് എന്ന് പറഞ്ഞാൽ 2 സാധനമുള്ളൂ. ഐ ക്യാൻ. ഞാനെപ്പോഴും പറയാറില്ല, മറ്റേ ഹെൻറി ഫോർഡ് പറഞ്ഞിരിക്കുന്നത്, ഇഫ് യു ബിലീവ് യു ക്യാൻ ഡു ദാറ്റ് യു ആർ റൈറ്റ്, ഇഫ് യു ബിലീവ് യു ക്യാൻ ഡു ദാറ്റ് യു ആർ റൈറ്റ്. നിങ്ങളെ കൊണ്ട് കാര്യം ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിലും പറ്റില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിയാണെന്ന് പറയുന്നത് എപ്പോഴും ഹെൻറി ഫോർഡ് പറയുന്ന കാര്യമാണ്. സെയിം തോട്ടേ ഉള്ളൂ. യുവർ ലൈഫ് ഈസ് ലിമിറ്റഡ് ബൈ ബിലീഫ്, നോട്ട് റിയാലിറ്റി. നമ്മുടെ ലൈഫ് ലിമിറ്റഡ് ആണ് ബിലീഫ് കൊണ്ട്, റിയാലിറ്റിയിലല്ല. ഞാനെപ്പോഴും ഈ സെയിൽസിന്റെ കാര്യം പറയുന്ന സമയത്ത് എൻ്റെ ടീമിനോട് ചോദിക്കാറുണ്ട്, കേരളത്തിൽ എത്ര ബിസിനസ്സുകാരുണ്ട്? ആ ബിസിനസ്സുകാരിൽ നിങ്ങൾക്കൊരു വർഷത്തിൽ എത്ര % ആളുകളാണ്? അതില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പോഴാണ് നമ്മൾ അതിന്റെ പോസിബിലിറ്റീസിലേക്ക് നോക്കുക. ഈ അടുത്തിടെ ദുബൈയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളുടെ കൺസൾട്ടിങ്ങിന്റെ ഭാഗമായപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ദുബൈയിലേക്ക് വരുന്ന ഒരു കാര്യം സംസാരിച്ചോളൂ. ദുബൈയിലേക്ക് വരുന്ന കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ ദുബൈയിൽ ഓഫീസ് ഇരുന്നുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ ഇന്ത്യയിലുള്ള ഓഫീസിലാണ് നിങ്ങളുടെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇന്ത്യയിലേക്ക് നോക്കൂ, അവിടെ ഏകദേശം 100 കോടി ജനങ്ങളുണ്ട്, 150 കോടി ജനങ്ങളൊക്കെ ഉണ്ട്. അത്രയും വലിയ മാർക്കറ്റിംഗ് ലോകത്തിൽ എവിടെയാണ് നിങ്ങൾക്ക് ഉള്ളത്? അപ്പൊ നമ്മൾ ഞാനൊക്കെ ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയാണ്. അയാൾ ദുബൈയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയാണ്. ദുബൈയിൽ ഓഫീസ് വേണം, പക്ഷെ ഇന്ത്യയിലും കൂടെ അയാൾക്ക് ഓപ്പൺ ചെയ്യണം. ഇന്ത്യയുടെ മാർക്കറ്റ് അത്രയും വലുതാണ്. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്, ശരിയാണ്, ഓക്കെ, ദുബൈയിൽ വേണ്ടതല്ല, ദുബൈയിൽ വേണ്ടതല്ല, എന്തായാലും സേഫ് ദുബൈയിൽ സ്റ്റാർട്ട് ചെയ്തോ, നല്ലതാണ്. അപ്പൊ ദുബൈയിൽ ഓഫീസിന്റെ ഡിസ്കഷൻസ് നടന്നുകൊണ്ട് ഇപ്പോൾ റൈറ്റ് നൗ. ഓക്കെ, ഞാൻ തുടങ്ങുന്ന സമയത്ത് എനിക്ക് കൊണ്ടോട്ടിയായിരുന്നു ഓഫീസ്. ഇപ്പൊ കൊണ്ടോട്ടി, കോഴിക്കോട്, ചാലക്കുടി ഒരാളെ വെച്ച് തുടങ്ങിയിട്ട് നമ്മൾ സ്ഥാപനം ഏകദേശം ഒരു 20-20ലധികം ആളുകളിലേക്ക്, അത് 20-22 ആളുകളൊക്കെ ആയി നമ്മുടെ ടീം മെമ്പേഴ്സ് മാറി. ഓക്കെ, ഇപ്പൊ ഇന്ന് ഞാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഇതിന്റെ ഒരു 1% പോലും ഞാൻ അച്ചീവ് ആയിട്ടില്ല. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഇതുണ്ട്, പാറ്റേൺ ഉണ്ട്. വേറെ നോർമൽ ആളുകൾ ചിന്തിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ വീടോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. എന്റെ ബിസിനസ് ലെവലിൽ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എന്റെ ബിസിനസ് എവിടെ എത്തുന്നുള്ളത്. അവിടെയൊക്കെ ഈ 7 വർഷമായിട്ട് ഞാനിത് ചെയ്യുന്ന സംഭവങ്ങൾ ഓരോ സമയത്തും ഞാൻ വിശ്വസിക്കും ഐ ക്യാൻ. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ലിമിറ്റും ബിലീഫ്സ് ഒന്ന് എഴുതി വെക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്നുണ്ട്, ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ എഴുതി വെക്കുക. എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല, എന്നിട്ട് അതിനെ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. സോ വിത്തൗട്ട് ആക്ഷൻ നത്തിങ് ചേഞ്ച്. ക്ലാരിറ്റി പ്ലസ് ആക്ഷൻ ഈസ് ഈക്വൽ ടു അട്രാക്ഷൻ. വാട്ട് ഡിഡ് യു ഡു യെസ്റ്റർഡേ? നിങ്ങൾ ഇന്നലെ എന്താ ചെയ്തിരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഇന്നലെ എന്താണ് അട്രാക്ട് ചെയ്തിരിക്കുന്നത് ആലോചിച്ച് നോക്കുക. ഈ അട്രാക്ഷൻ എന്നുള്ള പറയുന്ന സമയത്ത് ATTR റിമൂവ് ചെയ്ത് നോക്കൂ, ആക്ഷൻസ് എന്നാ കാണാൻ സാധിക്കുക. അങ്ങനെ അട്രാക്ഷൻ സംഭവിക്കണമെങ്കിൽ എന്ത് ആക്ഷൻസ് ആണ് എടുക്കാൻ പോകുന്നത് അവിടെ ക്ലാരിറ്റി വേണം. ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നത് ക്ലാരിറ്റിയാണ്. ബിമാജിക്കിൽ എത്ര മെമ്പർ വേണമെന്ന് പറഞ്ഞത്, എത്ര ആക്റ്റീവ് പാർട്ടിസിപ്പന്റ് വേണമെന്ന് പറഞ്ഞത്, എത്ര പറഞ്ഞത്? ബിമാജിക്കിൽ ആക്റ്റീവ് പാർട്ടിസിപ്പന്റ് വേണമെന്ന് ഞാൻ കൗണ്ട് പറഞ്ഞോ? 100. അത് ക്ലാരിറ്റി ഉണ്ടോ? ആ 100 ക്ലാരിറ്റി ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഇനി ബാക്കി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 100 എത്താനുമായിട്ട് എന്തെങ്കിലും ചെയ്യണം. അതുകൊണ്ടാണ് ലൈഫിൽ നമ്മളിപ്പോൾ ഗോൾ വേണമെന്ന് പറയാൻ കാരണം. ആ ക്ലാരിറ്റി പ്ലസ് ആക്ഷൻസ് വേണം. ആക്ഷൻസ് എങ്ങനെ എടുക്കേണ്ടത് അതും പറഞ്ഞു തന്നു. 14 ജില്ലയിൽ നിന്ന് ഒരാളെ കൊണ്ടുവരിക, ഒരു ദിവസം ഒന്നെടുത്ത് കഴിഞ്ഞാൽ 3 ആളായി. നമ്മൾ എന്താണ് ഇന്നലെ ചെയ്തിരിക്കുന്നത്? യൂണിവേഴ്സ് റെസ്പോണ്ട് ടു മൂവ്മെന്റ്, നോട്ട് ഇമാജിനേഷൻ. നേരത്തെ പറഞ്ഞ സെയിം സാധനം തന്നെ. യൂണിവേഴ്സ് റെസ്പോൺസ് ടു മൂവ്മെന്റ്. നിങ്ങൾ ഇങ്ങനെ ഇമാജിൻ ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് അഫോർമേഷൻ കൊടുത്ത് ദിക്ർ ചൊല്ലി അമ്പലത്തിൽ പോയി പള്ളിയിൽ പോയിരുന്നോണ്ട് കാര്യങ്ങൾ നടക്കില്ല. അതൊക്കെ വേണം. അതിന്റെ കൂടെ എന്ത് വേണം? നിങ്ങളുടെ മൂവ്മെന്റ് എന്താണ്, അതാണ് നോക്കുക. ആ മൂവ്മെന്റ് അനുസരിച്ചിട്ടാണ് യൂണിവേഴ്സ് റെസ്പോണ്ട് ചെയ്യുക. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൺ ടൈം ആക്ഷനോട് റിസൾട്ട് ഉണ്ടാവും എന്നുള്ള വിശ്വസിക്കുന്നതല്ല കൺസിസ്റ്റൻസി. റിപ്പീറ്റഡ് ആക്ഷൻസിൽ മൊമെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും. 1 day നോ ചേഞ്ച്, 30 days വിസിബിൾ ചേഞ്ച്. ഇന്ന് നിങ്ങൾക്ക് വിമാജിക്കിൽ
100 ആളുകളാക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. ഇന്നൊരു ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ഇന്ന് നിങ്ങൾ ഈ 14 ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്താൽ മതി. 30 days ആകുമ്പോൾ എന്തുണ്ടാവും? വിസിബിൾ ചേഞ്ചസ് നിങ്ങൾക്ക് ഉണ്ടാവും. സക്സസ് ഈസ് ബോറിംഗ്. സക്സസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ബോറിംഗ് ആണ്. ഇറ്റ്സ് ഡെയിലി റിപ്പീറ്റേഷൻസ്. ക്ലിയറാണോ? സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ബോറിംഗ് ആണ്, അല്ലേ? സക്സസ് ഭയങ്കര ബോറിംഗ് പരിപാടിയാണ്. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? സംശയം ഉണ്ടോ? സക്സസ് ആയി കഴിഞ്ഞാൽ പിന്നെ വർക്ക് ഉണ്ടാവില്ല. സക്സസ് ആയി കഴിഞ്ഞാൽ വർക്ക് ഉണ്ടാവും. ഇപ്പൊ മമ്മൂട്ടി ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആണെങ്കിൽ അയാൾക്ക് ലൈഫ് നോക്കുകയാണെങ്കിൽ ബോറിംഗ് ആയിരിക്കും. ഡെയിലി അഭിനയിക്കാൻ പോകണം, ഡെയിലി എക്സസൈസ് ചെയ്യണം, ഡെയിലി ഡയറ്റ് പ്ലാൻ ചെയ്യണം. എം.എ. യൂസുഫ് അലി ഡെയിലി കോട്ടൊക്കെ ഇട്ട് സൂട്ടൊക്കെ ഇട്ട് ഇതൊക്കെ ആക്കി എന്നും മീറ്റിംഗ്സ് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പോകണം. സേഫ് ആളപ്പുറം ഇന്ന് രാവിലെ എണീറ്റ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ഇത് പോയി പിന്നെയും സ്റ്റാഫോട് ഡിസ്കസ് ചെയ്ത് ഇതന്നെ ചെയ്ത് ഒരു മടുപ്പുള്ള ജോലി. ഷീല മാം ഡെയിലി രാവിലെ എണീറ്റിട്ട് ഈ കുട്ടികളുടെ അടുത്ത് പോവുക, സ്കൂളിൽ പോവുക, കാര്യങ്ങൾ പറയാം. ഡെയിലി ബോറിംഗ്. സക്സസ് ഈസ് ബോറിംഗ്. റിയലി കേസ് ഇറ്റ്സ് എ ഡെയിലി റിപ്പീറ്റേഷൻ. ഡെയിലി റിപ്പീറ്റ് ചെയ്യലാണെന്ത് സക്സസിലേക്ക് എത്തുക. സക്സസ് ഒരു ബോറിംഗ് പരിപാടി. പക്ഷെ എന്ത് വേണം? ആ ബോറിംഗ് പരിപാടിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നവരാരോ അവരെപ്പോഴും ലൈഫിൽ സക്സസ് ആവും. ഞാനെന്താ സക്സസ് ഒരു ബോറിംഗ് പരിപാടിയാണ്. ഇറ്റ്സ് ഡെയിലി റിപ്പീറ്റേഷൻ. പേഴ്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടിന്യൂ ഈവൻ വെൻ റിസൾട്ട് ആർ നോട്ട് വിസിബിൾ. മോസ്റ്റ് പീപ്പിൾ കീപ് ടു ഏർലി. ഇതാണ് ശരിക്കും ഇതിന്റെ ഏറ്റവും ബ്യൂട്ടി ആയിട്ടുള്ള ഭാഗം. റിസൾട്ട് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം? അവരതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ചില ആളുകളുണ്ട് തുടങ്ങി കഴിഞ്ഞാൽ പിറ്റേ ദിവസം റിസൾട്ട് വേണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മുളയുടെ കഥ നിങ്ങൾക്ക് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ടാവും, അല്ലേ? ദ ബാംബു സ്റ്റോറി. ഞാൻ അതിലേക്ക് പോകുന്നില്ല, അല്ലേ? 5 വർഷം എടുക്കും മുള ഇതേപോലെ ഒന്ന് പൊട്ടി മുളച്ചു വരാൻ. അപ്പൊ അതിന്റെ താഴെ മുമ്പ് എന്താ സംഭവിച്ചിട്ടുള്ളത്? നമ്മൾ പുറത്ത് കാണുന്ന മുളനെക്കാട്ടിലും അതേപോലെ ഒരു സംഭവം ഇവിടെ അടിയിൽ ഇതേപോലെ വളർന്നു വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഏത് കാറ്റത്തും ഒന്നും സംഭവിക്കില്ല. ഭൂമികൾക്കൊക്കെ ഉണ്ടാകുന്ന സ്ഥലത്തെ മുള നടാനാ പറയാം. ഇങ്ങോട്ട് കാറ്റടിച്ചാൽ ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് കാറ്റടിച്ചാൽ ഇങ്ങോട്ട് പോകും. ദ ബാംബു സ്റ്റോറി നിങ്ങൾക്ക് അറിയുന്നതാണ്. ഗ്രോത്ത് ഈസ് ഹാപ്പനിങ് ഈവൻ ഇഫ് യു ക്യാൻ സീ ഇറ്റ്. നിങ്ങൾ ഡെയിലി ആക്ഷൻസ് എടുക്കും. ആറ്റോമിക് ഹാബിറ്റ് ഒക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് അത് ഡെയിലി പെട്ടെന്ന് കാണാൻ സാധിക്കൂല. അപ്പൊ എന്നോടാണ് ചോദിക്കാറുണ്ട്, എന്താ സേഫ് ഒരു ഇതില്ലല്ലോ. ഞാൻ അങ്ങനെ ശരിക്കും ഒന്നും പറയാനൊന്നും പോകില്ല. കുറെ ആളുകൾ ചോദിക്കാറുണ്ട്, എന്താ സേഫ് ഇതില്ലല്ലോ. എന്റെ ഗ്രോത്ത് എന്താണെന്നുള്ളത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്, അല്ലെ? നമുക്ക് എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മളെ സെൽഫ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ നോളജ് പ്ലസ് നമ്മളുടെ എക്സ്പീരിയൻസ് ആണ് ഒരാൾക്ക് വിൽക്കാൻ പറ്റുക. എക്സ്പേർട്ടിനെയാണ് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുക. റിസൾട്ട് ആർ ഡിലേഡ് നോട്ട് ഡിനൈഡ്. റിസൾട്ട് ചിലപ്പോൾ എന്താവും? ലേറ്റ് ആവും. അത് തടഞ്ഞു വെക്കുന്നതല്ല. അതെന്താവും? ചിലപ്പോൾ ഡിനൈഡ് ആവും. അതുകൊണ്ട് എന്ത് ചെയ്യുക? ലോ ഓഫ് ആക്ഷൻ എന്നുള്ളതിലേക്ക് നമ്മൾ മൂവ് ചെയ്യാം. ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളതിൽ നിന്നും ലോ ഓഫ് ആക്ഷനിലേക്ക് മൂവ് ചെയ്യാം. തിങ്ക്, ഡു, ഫീൽ. തിങ്ക്, ഡു, ഫീൽ. ഓൾ മസ്റ്റ് അറിയാം. നിങ്ങൾ എനിക്ക് കാണിച്ചു തരേണ്ടത് ഇവിടെയാണ്. ബി മാജിക്കിലൂടെ കാണിക്കണം. പ്രാക്ടിക്കൽ ഫോർമുല എന്ന് പറഞ്ഞതാ ക്ലിയർ ഗോൾ. വളരെ വ്യക്തമായിട്ട് ഗോൾ ഉണ്ടാവുക, 100 ആളുകൾ എത്തിക്കുക. ഞാൻ ഇവിടുത്തെ എക്സാം സ്ട്രോങ് ബിലീഫ്, സ്ട്രോങ് ആയിട്ടുള്ള ബിലീഫ് ഉണ്ടാവുക. ഡെയിലി 3 ആക്ഷൻസ്. നിങ്ങൾ ഇവിടെ നിങ്ങൾ ഡെയിലി 3 ആക്ഷൻസ് എടുക്കണം. റിപ്പീറ്റഡ് ഡെയിലി, ഡോണ്ട് സ്റ്റോപ്പ്. 100% ഞാൻ പറയുന്നത് ബി മാജിക്ക് 100 ആളുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾ ഏപ്രിൽ 30 വരെ ഞാൻ പറയുന്നതിനെ ചലഞ്ചായിട്ട് ഏറ്റെടുക്കണം. അപ്പൊ അതിനെടുക്കുന്നത് ഒരു ടീം വേണം. സോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ആസ്കിങ് വൈ ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ്. എന്തുകൊണ്ടാണ് സംഭവിക്കാത്തത് പിന്നെ ഇങ്ങനെ ചിന്തിക്കുന്നതിന് പകരം എന്ത് ചെയ്യാം? സ്റ്റാർട്ട് ആസ്കിങ് വാട്ട് ഡിഡ് ഐ ഡു ടുഡേ. ഇത് സംഭവിക്കാനും വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ചിന്ത മാത്രം മതിയാവില്ല, പ്രവൃത്തി വേണം. ലോ ഓഫ് അട്രാക്ഷൻ വർക്ക്സ് ഓൺലി ഫോർ പീപ്പിൾ ഹു വർക്ക്. ലോ ഓഫ് അട്രാക്ഷൻ ആർക്ക് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ? അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വർക്ക് ചെയ്യുള്ളൂ. ക്ലിയർ ആണോ? നിങ്ങൾ ചോദിക്കേണ്ടതാണ് വൈ ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ് അല്ല, എന്തുകൊണ്ടത് സംഭവിച്ചില്ല എന്നല്ല. വാട്ട് ഡിഡ് ഐ ഡു ടുഡേ. അത് സംഭവിക്കാനും വേണ്ടി ഞാൻ എന്ത് ചെയ്തു? നിങ്ങളത് സംഭവിക്കാനും വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതാണ്. സോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്.
ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് ഈ ബിമാജിക്കിന്റെ ഒരു ഗോൾ എല്ലാവരും വെച്ചിട്ട് ഇതിനെ ആക്ഷൻ ആക്കി നിങ്ങൾ പഠിക്കുമ്പം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യം ബിമാജിക്കിലേക്ക് ആളുകൾ ഉണ്ടാക്കുന്നതല്ല, നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രോപ്പർ ഗോൾ സെറ്റ് ചെയ്തിട്ട് ആ ഗോൾ എങ്ങനെ അച്ചീവ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ പഠിക്കുകയാണ് ചെയ്യും. ഞാനിപ്പോ ഈ കമ്മ്യൂണിറ്റിയിൽ നോക്കിയിട്ട് എനിക്ക് അറിയാത്ത ഒരാളായിട്ട് ഷബിന, ഒരു വിവോ TX, അത് ആരാന്ന് എനിക്കറിയില്ല. ഓക്കെ, ബാക്കി ആളുകളൊക്കെ ഞാൻ കാലങ്ങളായിട്ട് കാണുന്ന ആളുകളാണ്. ബാക്കി ആളുകളൊക്കെ ഞാൻ കാലങ്ങളായിട്ട് കാണുന്ന ആളുകളാണ്. അപ്പം അവിടുന്ന് ഇങ്ങോട്ടൊരു ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ ആദ്യം ഈ കമ്മ്യൂണിറ്റിയിൽ ഞാൻ എപ്പോഴും പറയാണ്ട് ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ചേഞ്ചസ് കൊണ്ടുവന്ന് റിയലി നമുക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വി നീഡ് മോർ യങ്സ്റ്റേഴ്സ്. ഓക്കെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ടൈപ്പ് ഓഫ് ഒരു വയസ്സമ്പറായിട്ട് മാറിയിട്ടുണ്ട്. അതൊരാളുടെ മോശമായിട്ട് പറയില്ല കേട്ടോ. ഓക്കെ, വയസ്സന്മാരും മോശമാണെന്നല്ല എൻ്റെ അർത്ഥം. യങ്സ്റ്റേഴ്സ് വേണം നമുക്ക്. ഓക്കെ, ഞാനെപ്പോഴും ഹയർ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഓഫീസിൽ അപ്പോൾ യങ്സ്റ്റേഴ്സിനാണ് കൂടുതൽ ഹയർ ചെയ്യാൻ. ഓക്കെ, 21 വയസ്സ്, 22 വയസ്സ്, 25 വയസ്സിൻ്റെ ഒക്കെ താഴെയുള്ള ആളുകൾ. എന്തിനു വെച്ച് കഴിഞ്ഞാൽ വി നീഡ് മോർ എനർജി. നമുക്ക് വേണ്ടത് എന്താണ്? എനർജിയാണ് വേണ്ടത്. നിങ്ങളൊന്ന് കൈയടിച്ചേ, ഒരൊറ്റ പ്രാവശ്യം കൈയടിച്ചേ, ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് അൺമ്യൂട്ട് ചെയ്ത് എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. അൺമ്യൂട്ട് ചെയ്യും, എല്ലാവരും അൺമ്യൂട്ട് ചെയ്യാം. ഒന്ന് ഞാൻ പറയുമ്പോൾ അടിച്ചാൽ മതി. റെഡി, 1 2 3 സ്റ്റാർട്ട്. കൈയടിച്ചില്ലേ? ഒറ്റ പ്രാവശ്യം കൈയടിച്ചില്ലേ? ഓക്കെ, നല്ല എനർജി ഉണ്ടായോ? നല്ല എനർജി ഉണ്ടായോ? ഇല്ല. ഒരു 10 പ്രാവശ്യം ഒരുമിച്ച് കൈയടിച്ച്, 10 പ്രാവശ്യം ഒരുമിച്ച് കൈയടിച്ച്. റെഡി, 1 2 3 സ്റ്റാർട്ട്. എനർജി ഉണ്ടായോ? 10 പ്രാവശ്യം ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ച് കൈയടിച്ചപ്പോഴാണ് ഒരു പ്രാവശ്യം അടിച്ചപ്പോഴാണ് എനർജി ഉണ്ടായത്. സോ ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് കറക്റ്റ് ആണ്, എനർജി വേണം. അപ്പൊ നിങ്ങൾ എനിക്ക് ഇന്ന് പറഞ്ഞു തരേണ്ടത്, ഞാൻ നിങ്ങളെ പേഴ്സണൽ ഗോളിലേക്കൊന്നും പോകുന്നില്ല. പേഴ്സണൽ ഗോളൊക്കെ നിങ്ങൾ അതനുസരിച്ച് സെറ്റ് ചെയ്യുക. എന്ന് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, വാട്ട്സ് യുവർ കമ്മിറ്റ്മെന്റ്, വാട്ട്സ് യുവർ പ്രോമിസ് ടു ബി മാജിക്. എന്നോടല്ല, വാട്ട്സ് യുവർ പ്രോമിസ് ടു യുവർ സെൽഫ്. നിങ്ങളോടുള്ള നിങ്ങളുടെ പ്രോമിസ് എന്താണ്? എനിക്ക് 2-3 ആളുകൾ ആൻസർ തരുന്നു. ഷൈനി മാം, ബഷീർ സാർ, റസാഖ് സാർ, മണി സാർ, ഷില മാം, ഓക്കെ, ഷൈമിന മാം, ദിവ്യ, ഓക്കെ, പിന്നാരാ, ഇത്രയും പേരുകൾ ഏകദേശം എനിക്കൊരു പ്രോമിസാണ്. എന്താണ് നിങ്ങൾ ഇന്നത്തെ സെഷനുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മൾ പറഞ്ഞിരിക്കുന്ന ഗോളുകളായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഡെയിലി ഓരോ ആളുകളെ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പോസിബിൾ ആണെന്ന് എൻ്റെ ചോദ്യം. 100 നിങ്ങൾ വിടുക. 37 ആളുകൾ ഒരു കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരിക്കണം ഈ ലാസ്റ്റ് മാസം എൻ്റെ ആകുമ്പോൾ. ഇസ് ഇറ്റ് പോസിബിൾ? റസാഖ് സാർ, ഷീല മാം, എല്ലാവരും അൺമ്യൂട്ട് ചെയ്തോളൂ, ഒരുമിച്ച് അൺമ്യൂട്ട് ചെയ്തോളൂ. ഷൈനി മാം ഇല്ല. ഇല്ലേ? റോസ്ലിൻ ഇവിടെയാണോ പറഞ്ഞിരിക്കുന്നത്? റസാലിൻ സോറി സാർ, ഞാൻ ഇവിടെ പറഞ്ഞു. ഞാൻ ചേച്ചി കൈ വെച്ചപ്പോ ഇല്ലാന്ന് ഒറ്റയടിക്ക് പറഞ്ഞു. എന്താണ് ഒരാളെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ പെർ ഡേ? യെസ് ഓർ നോ? യെസ്, പറ്റും, ഒരാളിനെ പറ്റും. പറ്റും. ഷില മാം, റസാഖ് സാർ, മണി സാർ, ദിവ്യ മാം. ഓക്കെ, ഓക്കെ, കഴിയും. ഇത് നിങ്ങൾ എന്നോട് പറഞ്ഞിരിക്കുന്നില്ല, ഇത് നിങ്ങൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരൊറ്റ ആളെ നിങ്ങൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. മിനിമം, മാക്സിമം നിങ്ങൾക്ക് എത്രയാവാം? മിനിമം നിങ്ങൾ എല്ലാ ദിവസവും ഗ്രൂപ്പിൽ ഷൈനി മാം എനിക്ക് അപ്ഡേറ്റ് ചെയ്യണം, ഇന്ന് ഇത്ര പേരെ ആഡ് ചെയ്തു, എനിക്കൊന്ന് പേഴ്സണലി അപ്ഡേറ്റ് ചെയ്യണം. മണിസാറും ഷൈനി മാമാണ് എനിക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഷൈനി മാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം, മണിസാർ എനിക്ക് പേഴ്സണലി അപ്ഡേറ്റ് ചെയ്യാം. ഇന്ന് ഇത്ര പേരെ ആഡ് ചെയ്തു, അതായത് ഓരോ ജില്ലയിൽ നിന്ന് ഒരാൾ ആഡ് ചെയ്തിട്ടുണ്ടാവണം. ഇന്ന് വേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ 14 ജില്ലക്ക് ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം. അങ്ങനെ റസാഖ് സാർ നിങ്ങൾ ഹെൽപ്പ് ചെയ്യും. ക്ലിയർ ആണോ? നമ്മൾ ആക്ഷൻസ് എടുക്കാത്ത ഡയലോഗിന്റെ പരിപാടി എന്ത് ചെയ്യുക? എടുക്കുക. ബി ആക്ഷൻ ഓറിയന്റഡ് പേഴ്സൺസ്. റിസൾട്ട് വിൽ കം, റിസൾട്ട് വിൽ ഫോളോസ്. നമ്മൾ റിസൾട്ടിന് പിന്നാലെ പോകണ്ട, നമ്മൾ പൂന്തോട്ടം ക്രിയേറ്റ് ചെയ്യുക, പൂമ്പാറ്റ് വന്നോളൂ. അല്ലേ? ഒരു ക്ലീഷേ ഡയലോഗാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. സോ ഹാവ് എനി ഡൗട്ട്? ആർക്കെങ്കിലും ഈ വിവോ
അതേപോലെ ഷെബിന ഒന്ന് പരിചയപ്പെടുത്തോ. ഷെബിന ഒന്ന് പരിചയപ്പെടുത്തോ. എന്താണ് ഷെബിന മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? പുതുതായിട്ട് ജോയിൻ ചെയ്ത ആളാണോ ഷെബിന? ഞാൻ മുമ്പ് ബിമാജിക്കിന്റെ ഒരു ഇവന്റിന് വന്നിട്ടുണ്ട്. ഞാൻ ഷഹല പൊയിൽക്കാവി, ഷഹലന്റെ കസിൻ ആണ്. ഇബ എയറോയിൽ എന്ന് പറയുന്ന ബ്രാൻഡ് ചെയ്യുന്ന ഓണത്തിന് ഞാനൊരു ചെറിയ മോനെയായിട്ട് വന്നിരുന്നു. സാറിന് ഓർമ്മയുണ്ടോ? എന്റെ വൈഫ് പറഞ്ഞിട്ടുണ്ടായി അല്ലെ? എന്റെ വൈഫിനെ കോൺടാക്ട് അതെ അതെ വൈഫിനെ കോൺടാക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ സലീമിനെ കോൺടാക്ട് ചെയ്ത് ചോദിച്ചു. ഷഹില എവിടെ ഉള്ളത്? ഷഹല പൊയിൽക്ക വീട്ടിലുണ്ട്. ഷഹിലൊക്കെ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളായിരുന്നു. അതെ അതെ. സോ താങ്ക് യു ഷെബിന. ഇതിലേക്ക് വരിക, കാലിക്കറ്റ് ഗ്രൂപ്പിൽ ഇതാവുക. നമുക്ക് തോന്നുന്നു നെക്സ്റ്റ് ലെവലിലേക്ക് ആവാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, ഇൻഷാല്ലാ. താങ്ക് യു. വിവോ ആരായിരുന്നു? വിവോ T2X എന്ന് എഴുതിയിരിക്കുന്ന ആരാണ്? അൺമ്യൂട്ട് ചെയ്യാൻ സാധിക്കും? ആരാണ് വിവോ റസാഖ് സാർ? ഐഡിയ ഉണ്ടോ? സുമിയാണോ? അറിയില്ല. ഞാനൊരു കുട്ടിക്ക് ആഡ് ചെയ്യാനായിട്ട് പറഞ്ഞായിരുന്നു. ക്ലാസ്സിൽ ആഡ് ചെയ്യാൻ രാവിലെ ലിങ്ക് കൊടുത്തു. ഇന്നത്തെ ക്ലാസ് കണ്ടതിന് ശേഷം ജോയിൻ ചെയ്യാൻ പറഞ്ഞായിരുന്നു. ആണോന്ന് അറിയില്ല. എനിവേ വേറെ എന്തെങ്കിലും ഡൗട്ട്സുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. മെസ്സേജിൽ ഡൗട്ട്സ് ഉണ്ട് എന്നുള്ളതാണ്. Winners never quit. Quitters never win. Yes, very good. Shabina is... Nasra. Please stop unnecessary talk. Will focus on point. Okay. ആരാ നെസ്ര? നെസ്ര, ഞങ്ങൾ അൺനെസസറി ആയിട്ടുള്ള ടോക്കും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പിന്നെ ഇതിലേക്കുള്ള ബിമാജിക് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിലാണ്. നെസ്ര ഇതിലുണ്ടോ? നെസ്ര ഇതിലുണ്ടോ? നെസ്ര ഇതിലില്ല. ഓക്കെ, ഞങ്ങളിവിടെ പിന്നെ ഒരു അൺനെസസറി ടോക്ക് എന്തെങ്കിലും നടത്തിയോ? Anybody believe like that? നെസ്ര ഏത് ഗ്രൂപ്പിലുള്ള ആളാ? പുതിയ ആളുകളാണ്. ഇന്നലെ ജോയിൻ ചെയ്ത ആളായിരുന്നു. അപ്പൊ നെസ്രക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ബിമാജിക് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് നെസ്രക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ബിമാജിക് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യാം, അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ബിമാജിക്കിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ വരുന്ന സമയത്ത് എന്തെങ്കിലും സംസാരിക്കുള്ളൂ. കാരണം എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എന്താണ്, ബിമാജിക് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി നിലനിർത്തലാണ്. എനിക്കറിയാം, ഞാനൊരു 6 month ഇതിലേക്ക് ഒരു ഡിസ്കഷന് വന്നിട്ടുണ്ടെങ്കിൽ ബിമാജിക് ഉണ്ടാവോ? ഡു യു ബിലീവ് ലൈക്ക് ദാറ്റ്? ഓക്കെ, ഒരു സംശയവും ഇല്ല എന്താണ്, ബിമാജിക് ഉണ്ടാവില്ല. ഓക്കെ, ഇടയ്ക്ക് അല്ലെങ്കിൽ ഓരോ 2 days 3 days ഞാൻ ഇതിന്റെ മിനിമം കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇതിന് ഡിസ്കഷനിൽ ഇടപെടുന്നുണ്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ. നെസ്രക്ക് അത് അറിയാത്തതുകൊണ്ടാണ്. ഓക്കെ, നെസ്ര പോയിന്റ് അത് പറയാൻ സാധിക്കില്ല. ഓക്കെ, സോ വേറെ എന്തെങ്കിലും? 33 ശരി, ആരാണ് എന്റെ കോഴ്സും ചെയ്യാറുള്ളത്? ശരി, ഷൈമിന മാം. ലോ ഓഫ് അട്രാക്ഷൻ എന്നതൊരു മാജിക് അല്ല. അതായത് തീവ്രമായി ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം ആയില്ല, മറിച്ച് എനിക്ക് കഴിയും എന്ന പൂർണ്ണ വിശ്വാസത്തോടെ സ്ഥിരോത്സാഹത്തോടെ ആക്ഷൻസ് എടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നല്ലൊരറിവ് വീണ്ടും നമ്മളിലേക്ക് എത്തിച്ച സേസാറിനെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സേസാർ. താങ്ക് യു ഓൾ. Thank you all. Thank you, sir. Thank you all.